ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ജേർണി ഷെയർ ചെയ്യാൻ പോവാണ്. കുറെ കാലം ചെയ്യണം വിചാരിച്ച വീഡിയോ ആണിത്. 6ാം ക്ലാസ് വരെ ഞാൻ തറവാട്ടിലായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനായതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം പുറത്ത് തന്നെ കയറാം. ഫുട്ബോളായിട്ടും അതുപോലെ വേറെ കുറെ കളികളുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോകും, സ്കൂളിൽ വിട്ട് ഞാൻ വീണ്ടും കളിക്കാൻ പോകും. അപ്പോൾ ആ ലെവലിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഫ്ലാറ്റിൽ ഷിഫ്റ്റ് ചെയ്തു. 3 വർഷം ഫ്ലാറ്റിൽ നിന്നു. അപ്പോൾ ഫ്ലാറ്റിൽ വന്നാൽ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. സ്കൂളിൽ പോകും, സ്കൂളിൽ പോയി ഞാൻ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ എത്തി കഴിഞ്ഞാൽ ഫോണിൽ കളിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് ഒരു ക്രേസ് വന്നു. എനിക്ക് വർക്കൗട്ട് ചെയ്യാനൊരു ആഗ്രഹം. നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഹോം വർക്കൗട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നൊരു 15 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് വരെ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യും. ജസ്റ്റ് ഒരു ഹോബിയാക്കി മാറ്റി. അതായത് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും. പിന്നെ ഡയറ്റ് ഒന്നും കറക്റ്റ് അല്ലേ, ഡയറ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലേ. ഡെയിലി ഒന്നും ഇമ്മ മുട്ടനായി തരും, ചിക്കനും ഒക്കെ രാത്രി എന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. പ്രോട്ടീൻ ഫുഡും കയറി, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ നോർമൽ ചെയ്യുന്ന പോലെ ഒന്ന് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം രീതിയിൽ നമുക്ക് ചെസ്റ്റ്, ട്രൈസെപ്സ്, പിന്നെ ആപ്സ്, അങ്ങനത്തെ മസിൽസ് ഒക്കെ നമുക്ക് ഉണ്ടായി വന്നു. ഞാൻ പറ്റ സ്കിന്നാണ് ഒരു 45 kg. ആ 45 kg ഞാൻ കൺസിസ്റ്റന്റ് ആയ 3 വർഷം ഞാൻ അങ്ങനെ ഹോം വർക്കൗട്ട് ചെയ്തു. 45 കിലോയിൽ ഞാൻ 50 ആയി. 3 വർഷം കൊണ്ട് ഞാൻ അത് 5 കിലോ കൂടിയുള്ളൂ. പക്ഷെ ആ കൂടിയത് മൊത്തം മസിൽ മാസാണ്. കാരണം എനിക്ക് ഫാറ്റ് കയറിയിട്ടില്ല. അപ്പോഴും അതുവരെയായിട്ട് എനിക്ക് അധികം ഫാറ്റ് കയറിയിട്ടില്ല. 50 kg ആകുമ്പോഴാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. +1 +2 ആ ടൈമാണ്. അതുവരെ എനിക്ക് ക്യാഷ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ക്യാഷിന് കഴിക്കാൻ പോയപ്പോഴാണെങ്കിലും എൻ്റെ റിലേറ്റീവിന് ജിമ്മാണ്, ക്യാഷ് വാങ്ങിയില്ല. ഇപ്പോൾ ആണെങ്കിൽ ഒന്ന് കളിച്ചു പറഞ്ഞു. ആ ലെവലിൽ ഞാൻ എന്നും ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ ജിമ്മിൽ പോകും. ജിമ്മ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നടന്നു പോകും. അങ്ങനെ കുറെ നടന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാറ്റ് അധികം കയറിയില്ല. ജിമ്മ് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഡയറ്റിനെ കുറിച്ച് ഐഡിയ ഇല്ല. പ്രോട്ടീൻ ടേക്ക് ഇത്ര വേണം, അതുപോലെ കാലറീസ് ഇത്ര കയറണം, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ പോകും, വർക്കൗട്ട് ചെയ്യും, വീട്ടിൽ പോകും, ഇല്ലെന്ന് വെച്ചാൽ വീട്ടിലെന്താ വെച്ചാൽ അത് കഴിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു 3 കൊല്ലം അങ്ങനെ വർക്കൗട്ട് ചെയ്തു. ഞാൻ കോളേജ് പോകുന്ന ടൈമിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോളേജ് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ വരും, വർക്കൗട്ട് ചെയ്യും, വീട്ടിൽ പോകും, അല്ലാതെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുവരെ എനിക്കൊരു ജോബില്ല, ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു ഏർണിംഗ് ആയിട്ട് ഒരു സംഭവമില്ല. ഫുള്ള് ഇപ്പോഴാണ് തന്നത്. പിന്നെ എനിക്ക് ഒരു ജോബ് കിട്ടി. എൻ്റെ റിലേറ്റീവ് ജിമ്മാണ് പറഞ്ഞത് ഞാൻ. അപ്പോൾ ആ റിലേറ്റീവ് പുതിയ ജിം തുടങ്ങി. പുതിയ ജിമ്മിക്ക് എന്നെ വിളിച്ചു. ഞാൻ ട്രെയിനറായിക്കാണ് പോയി. അവിടെ പിന്നെ ഞാൻ 1.5 കൊല്ലമായിക്കാണ് ഞാൻ ട്രെയിനറായി വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചത്. ഡയറ്റിനെ കുറിച്ചും വർക്കൗട്ടിനെ കുറിച്ചും ഒക്കെ കാര്യമായിട്ട് സീരിയസ് ആയാണ് പഠിച്ചത്. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കാണാൻ തുടങ്ങിയത്. ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ 50 kg. അപ്പോൾ ഈ ട്രെയിനറായി കയറുമ്പോൾ എൻ്റെ വെയിറ്റ് 55 ആണ്. ആകെ 5 kg 3 ഇയേഴ്സിന് കൂടിയുള്ളൂ. പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചപ്പോൾ അത് ഫോളോ ചെയ്തപ്പോൾ പെട്ടെന്ന് കൂടാൻ തുടങ്ങി. അപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. 60 kg വരെ ഞാനൊരു 1 വർഷം 1.5 വർഷം കൊണ്ട് കൂട്ടി. അപ്പോഴാണ് എനിക്ക് കുറച്ച് ചേഞ്ച് തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് കുറച്ച് ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കാണ്ട് ഫിസിക്ക് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഡയറ്റിനെ കുറിച്ച് അറിയില്ല, വർക്കൗട്ടിനെ കുറിച്ച് അറിയില്ല, ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് അറിയില്ല, പോസിങ് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഓഫർ വന്നു. അതായത് ഇങ്ങനെ ഉമ്മക്ക് പോകാൻ വേണ്ടി ഇപ്പം ഫ്രണ്ട് ഇങ്ങനെ ഉമ്മക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉമ്മക്ക് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായ സംഭവമുണ്ട്. അതായത് ഞാൻ എന്നും റീൽസ് ഇടും. ജസ്റ്റ് വർക്കൗട്ട് റീൽസ് ആണെങ്കിലും അതുപോലെ ഇൻഫോർമേറ്റീവ് റീൽസ് ആയാലും ജസ്റ്റ് ബോഡി കാണിച്ച ഫോട്ടോസും അങ്ങനത്തെ കുറച്ച് റീൽസ് ഇട്ട് ഞാൻ. അപ്പോൾ അത് കണ്ടാണെങ്കിൽ കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മക്ക് പോയപ്പോൾ ജിദ്ദയിൽ ഒരാൾ മെസ്സേജ് അയച്ചു. അങ്ങനെ ജിമ്മുണ്ട് ഇവിടെ വന്നിട്ട് ട്രെയിനറെ കാണാൻ നിന്ന് പോയിക്കോണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിനറെ കാണാൻ നിൽക്കാൻ പോയി. അങ്ങനെ ഒരാഴ്ച മുമ്പ് വരണം കയറിയാൻ പോയിട്ട് നമ്മൾ വന്നത് 1 മാസം 1.5 മാസം 2.5 മാസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട് എനിക്ക് നല്ല കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ ക്ലയൻസിനെ കിട്ടി. ഒരു ഇതിലിങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ കുറേ പഠിച്ചു. അപ്പോഴാണ് എനിക്ക് ഇത് പ്രൊഫഷണലാക്കി എടുക്കാനുള്ള ഒരു ഇത് വന്നത്. അതുവരെ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് എന്താ അറിയില്ല, എനിക്ക് ആ ഒരു ഇതില്ലായിരുന്നു, എന്താ ചെയ്യേണ്ടിയുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ ഒരു ഐഡിയ കിട്ടി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് ഓൺലൈൻ ട്രെയിനിങ് ഒന്ന് ഉഷാറാക്കി. പിന്നെ ചെന്നൈയിൽ ഒരു കോച്ച് ഉണ്ട്, നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് അറിയുന്ന ഒരു കോച്ച് ഉണ്ട്. അപ്പോൾ അയാളെ കീഴിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചും അതുപോലെ കോമ്പറ്റീഷനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട്. കോമ്പറ്റീഷൻ 30 ദിവസം മുമ്പേ നമ്മൾ ഈ സീരീസ് ഇട്ടു. പിന്നെയാണ് ശരിക്കും നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഡയറ്റ് ഞാൻ ശരിക്കും ചെയ്യാനില്ല അപ്പോൾ പഠിച്ചു. നമ്മൾ കറക്റ്റ് കുക്ക് ചെയ്യാൻ തുടങ്ങി. കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് നല്ല ചേഞ്ച് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ മിസ്റ്റർ മലപ്പുറം അടിച്ചു, മിസ്റ്റർ കേരള അടിച്ചു. അത്രക്കും ഗ്രോത്ത് നമുക്ക് 2-3 മാസം കൂടി നമുക്ക് ഉണ്ടായി. അപ്പോൾ അതാണ് ഈ വീഡിയോ പറയാനുള്ളത്. ഞാൻ വളരെയധികം ടൈം എടുത്ത് ഉണ്ടാക്കിയ ബോഡിയാണിത്. ഒരിക്കലും പെട്ടെന്ന് വന്നതല്ല. ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹോം വർക്കൗട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിൽ പോയി കണ്ട് പിന്നെ കുറച്ച് ദിവസം വെറുതെ വർക്കൗട്ട് ചെയ്തു. പിന്നെ കുറച്ച് സീരിയസ് ആയി വർക്കൗട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഓഫേഴ്സ് കിട്ടി. നമുക്ക് സീരിയസ് ആയി നമ്മൾ പാഷനേറ്റ് ആയി കണ്ട് കുറച്ച് ബോഡി ബിൽഡിങ്ങിന് കോമ്പറ്റീഷൻസ് ചെയ്തു. കോമ്പറ്റീഷൻ നമ്മൾ പ്രൈസ് അടിച്ചു. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതാണ് ജേണി. ഇവിടെ വരെ എത്താൻ ഇത്രക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നും പെട്ടെന്ന് വന്നതല്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.